നമസ്തേ, പുതിയൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇപ്പം നമുക്ക് 2025 ഇപ്പം 2-3 മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ പല വീടുകളിലും കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഇവിടെ ഭയങ്കര കലഹമാണ്. ഒന്നുകിൽ അച്ഛനും മക്കളും തങ്ങളിൽ വഴക്ക്, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തങ്ങളിൽ വഴക്ക്, അതല്ലെങ്കിൽ പിള്ളേർ തങ്ങളിൽ വഴക്ക്. ഇവിടെ വഴക്കൊഴിഞ്ഞൊരു സമയമല്ല സാറേ, എന്തോ പ്രശ്നം എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പം വഴക്കിന് പല കാരണങ്ങൾ ഫംഗ്ഷൻ പ്രകാരമുണ്ട്. അതിൽ ചിലത് പറയാം. അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല സമാധാനവും സന്തോഷകരവുമായിട്ടൊരു ജീവിതം എങ്ങനെ കൊണ്ടുപോകാമെന്നും വഴക്കിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒരു പ്ലാനിലേക്ക് പോവാം. ഒരു പ്ലാൻ എടുത്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കണ്ടിട്ടുള്ളൊരു വീടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇത് ഈസ്റ്റ് ഫേസിംഗ് ഉള്ള വീടാണ്. ഇത് വരുമ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറാണ്. ഇത് സൗത്ത് വെസ്റ്റ് കോർണർ. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്. ഇത് ഡൈനിങ് ഹാളാണ്. ഇത് സിറ്റ് ഔട്ടാണ്. ഇവിടെ മെയിൻ ഡോറാണ്. ഇതൊരു ചെറിയ ലിവിങ് ഏരിയയാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് അവരുടെ പൂജയാണ്. ഇവിടെ വന്നിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇനി ഇത് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ്. ഇത് കിച്ചൺ. ഇങ്ങനെയാണ് വീട് വന്നിരിക്കുന്നത്. വീടിന്റെ ദർശനം ഈസ്റ്റ് ഫേസിങ്. ഈ വീട്ടിൽ കലഹത്തിനുള്ള ഒരു കാരണം ഞാൻ പറയാം. ഈ റൂമിൽ ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്നു എന്ന് വെച്ചു. അവരുപയോഗിക്കുന്ന റൂം ഇതാണെന്ന് വെച്ചു. 2025 ഫെബ്രുവരി 4 മുതൽ വീടിന്റെ ആനുവൽ സ്റ്റാർ, ഫ്ലൈങ് സ്റ്റാറിലെ പറയുന്ന ആനുവൽ സ്റ്റാർ, വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങൾ ഈ രീതിയിലാണ്. ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം 3 എന്ന് പറയുന്ന നക്ഷത്രം ആണ് നോർത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ റൂമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം കലഹം ഉണ്ടാവും. കാരണം എന്താണ്? 9 നക്ഷത്രങ്ങൾ വീടിന്റെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് എല്ലാ വർഷവും ഉണ്ട്. പക്ഷേ ഫെബ്രുവരി 4 അത് മാറും, ചേഞ്ച് ആവും. നിൽക്കുന്ന നക്ഷത്രം മാറി പുതിയൊരു നക്ഷത്രം വരും. നക്ഷത്രം എല്ലാ ടൈമിലും ഉണ്ട്, പക്ഷെ നക്ഷത്രങ്ങൾ ഇങ്ങനെ വർഷാവർഷം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വർഷം വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 3. അപ്പോൾ ഓരോ നക്ഷത്രത്തിനും ഒരു സ്വഭാവമുണ്ട്. 3 എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കലഹത്തിന്റെ നക്ഷത്രമാണ്. 3 കലഹമാണ്. അപ്പോൾ ഈ റൂമിൽ കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കലഹത്തിനുള്ള സാധ്യത കൂടും. ലോകത്തെവിടെയും, അത് ഇന്ത്യയിലായാലും ശരി തന്നെ, ഓസ്ട്രേലിയ ആയാലും ശരി തന്നെ, എവിടെ ആയാലും കലഹത്തിനുള്ള സാധ്യത ഇവിടെ ഉണ്ടാവും. ഈ ഓസ്ട്രേലിയയുടെ കാര്യം പറയുന്നത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കാനഡയിൽ നിന്നൊക്കെ ഒരുപാട് ഓൺലൈൻ കൺസൾട്ടിങ് വരുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം ഈ പ്രശ്നം ഉണ്ട്. അപ്പം ഈ കലഹം നമുക്ക് അവിടെ ഉണ്ടാവും. കലഹം ഉണ്ടാകുമ്പോൾ ഇത് അച്ഛനും അമ്മയും റൂമിൽ കിടക്കുകയാണ്. ഇത് വീട്ടിൽ മൊത്തത്തിലുള്ള ഒരു സൗകര്യക്കേട് ഉണ്ടാവും. അപ്പം ഇവർക്ക് അറിയുന്നില്ല എന്തുകൊണ്ട് വരുന്നെന്നുള്ള ഇവർക്ക് അറിയുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു. ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് വീട്ടിൽ വഴക്കാണ്. കാരണം എന്താണ്? ഇവർ കിടക്കുന്ന ബെഡ്റൂമിൽ 3 വന്നിട്ടുണ്ട്. 3 എന്താണ്? കോറൽ സ്റ്റാർ ആണ്, കലഹം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഇതിനെന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെഡ് മാറ്റ് വാങ്ങിച്ച് നമുക്കിവിടെ ഇടാം. 2x2, 2 അടി നീളം 2 അടി വീതി. അതാണ് 4 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഒരു വാങ്ങിച്ചിട്ട് ഈ വീടിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ഈ കലഹം ക്രമേണ ഇല്ലാതാവും. അപ്പോൾ കലഹത്തിനുള്ള കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കണം. എന്നിട്ട് വീട്ടിലേക്ക് എങ്ങനെ സമാധാനം കൊണ്ടുവരാനാണ്. അപ്പോൾ ഈ കലഹം മാറി ഇവിടെ എന്ത് വരും? സമാധാനം വരും. ഇനി ഇവിടെ ഒരു ഫയർ ബോൾ വെച്ച് കൊടുക്കുന്നു. ഇവിടെ ഒരു ഫയർ ബോൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൊണ്ടുവരും. ഫയർ ബോൾ ഇവിടെ വയ്ക്കാം. ഇനി അടുത്തത്, ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇല്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ ഇത്രയും നഷ്ടപ്പെട്ടു പോയി. അതായത് കറക്റ്റ് ഇല്ല, ഈ മൂല വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഈ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും. ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ വീട്ടിൽ കുടുംബ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം. അതേസമയം ഇവിടെ കിടന്നാലോ, ഇവിടെ ആര് കിടന്നാലും അവരെ 3 ബാധിക്കും, കലഹം ഉണ്ടാവും. രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഈ രീതിയിലുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഇങ്ങനെ വന്നുപോയി, നമുക്ക് എന്ത് ചെയ്യാം? ഈ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് മാൻഡേരിയൻ ഡക്കിന്റെ സ്റ്റാച്ചു വയ്ക്കാം. മാൻഡേരിയൻ ഡക്കിന്റെ സ്റ്റാച്ചു ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെഡ് ലൈറ്റും കൊടുക്കാം. ഇവിടെ ഈ വർഷം നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 8 നിൽക്കുന്നത്. 8 നല്ല സ്റ്റാർ ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു റെഡ് ലൈറ്റ് കൊടുക്കാം, ഒരു മാൻഡേരിയൻ ഡക്കിന്റെ സ്റ്റാച്ചു വയ്ക്കാം. അങ്ങനെ
ഈ കലഹത്തെ ഇല്ലാതാക്കി സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഫയർ ബോളിന് സാധിച്ചു. ഈ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗം ഭാര്യയും ഭർത്താവുമുള്ള വഴക്ക് ഒഴിവാക്കാനായിട്ട് ഈ മണ്ടീരിയന്റെ എക്സിനും ഈ റെഡ് കളറിനും സാധിച്ചു. അപ്പോൾ സ്റ്റാർ അനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നമ്മൾ വരും. ഇനി ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കണം. ഇത് 2025 കാര്യമാണ് ഞാൻ പറയുന്നത്. 2025, അതായത് 2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള ഒരു വർഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കണം. വിവാഹം നടക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു ലക്കി ബാമ്പ് വയ്ക്കാം. ഇത് കറക്റ്റ് ഇത്രയും ഭാഗം നമുക്ക് എവിടെയാണ്? ഈ പറയുന്ന ഇത്രയും ദിക്ക് എവിടെയാണ്? വെസ്റ്റ് ആണ്. വെസ്റ്റിൽ ഈ വർഷം നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? 4 ആണ്. ഇവിടെ പൂജാമുറി വന്നതുകൊണ്ട് ആ പൂജാമുറിയുടെ വെളിയിൽ, എന്നാലും ആ ഏകദേശം വെസ്റ്റ് വരുന്ന ഭാഗത്ത് ഒരു ലക്കി ബാമ്പ് വയ്ക്കുന്നത് നമുക്ക് വിവാഹം നടക്കാൻ നല്ലതാണ്. ഇവിടെ മറ്റെന്ത് സ്റ്റാച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാൻഡേരിയൻ ടക്സിനെയും വെക്കാം വിവാഹം നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടോ, വലിയ വലിയ കാര്യങ്ങൾ ഫെങ്ഷുവിൽ ചെറിയ ചെറിയ പരിഹാരങ്ങൾ, പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീട്ടിൽ ശാന്തിയും സമാധാനവും ഒക്കെ വരാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വീടിന്റെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. കിഴക്ക് വശത്ത് എന്ത് ചെയ്യാം? നമുക്കൊരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം. തെക്ക് വശത്താണെങ്കിലോ ഒരു ഫീനിക്സ് ബേർഡ് വെക്കാം. വടക്ക് വശത്താണെങ്കിലോ ഒരു ആമയെ വെക്കാം. പടിഞ്ഞാറ് വശത്താണെങ്കിലോ ഒരു വൈറ്റ് ടൈഗർ വെക്കാം. ഇത് 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു. ആ രീതിയിൽ വീടിന്റെ ക്രിയം. ഇനി വീട്ടിലേക്ക് സമാധാനത്തിനായിട്ട് മറ്റെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ശ്രീബുദ്ധന്റെ സ്റ്റാച്ചു നമുക്ക് ഒരെണ്ണം ഇവിടെ വെക്കാം. വീട്ടിൽ എവിടെയാണ്? ഇത് ഏത് ഭാഗമാണ്? വീടിന്റെ ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗം. ഇത് മൊത്തത്തിൽ നോർത്ത് വെസ്റ്റ് ഭാഗം വരുന്നത് ഇവിടെയാണ്. ഈ ഭാഗം നമ്മൾ എങ്ങനെ എടുത്താക്കുന്നത്? ലിവിംഗ് റൂമിന്റെ നോർത്ത് വെസ്റ്റ് ആണ്. അവിടെ നമുക്കൊരു ബുദ്ധ സ്റ്റാച്ചു വെക്കുമ്പോൾ, ശ്രീബുദ്ധന്റെ സ്റ്റാച്ചു വെക്കുമ്പോൾ വീട്ടിലെപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരു വീടിന്റെ പ്രോബ്ലംസ് നമുക്ക് ഫെങ്ഷു പ്രകാരം എങ്ങനെ കറക്റ്റ് ചെയ്ത് സമാധാനത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് ഫെങ്ഷു ഉപയോഗിച്ചിട്ട് അതിനെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇതിപ്പോഴത്തേക്ക് ആനുവൽ സ്റ്റാറിന്റെ നമ്പറുകളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ വീട് വെച്ചപ്പോൾ ഫ്ലെങ് സ്റ്റാർ നമ്പേഴ്സ് ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ വേറെ 2 നമ്പറുകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതാത് വീടുകളിൽ ചെന്ന് അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കണം. അപ്പൊ അതിന്റെ ഫ്ലെങ് സ്റ്റാർ എടുക്കുമ്പോൾ ഇതുപോലെ 3, 8, 4, 5, 9, 2, 1 ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ അവർ കിടക്കുന്ന റൂമുകളിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള സ്റ്റാർ വന്നിട്ടുണ്ടോ? ഒരു റൂമിൽ കിടക്കുമ്പോൾ ഒരാൾക്ക് എന്നും ആരോഗ്യ പ്രശ്നം കാരണം ഒരു നിവൃത്തിയില്ല, അതെന്നും ആരോഗ്യ പ്രശ്നം. എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ വീട്ടിൽ അവർക്ക് മാത്രമേ ആരോഗ്യ പ്രശ്നമുള്ളൂ. നമ്മൾ ആ വീടിന്റെ ഫ്ലെങ് സ്റ്റാർ കണക്കെടുത്തു അതിലേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം കിടക്കുന്ന ഒരു 2-5 കോമ്പിനേഷനിലാണ് കിടക്കുന്നത്. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ്. അപ്പൊ അദ്ദേഹത്തെ ആ റൂമിൽ നിന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. അല്ലെങ്കിൽ അത് വേറെ റൂം ഇല്ലെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ ടൂൾ വെച്ചതുപോലെ അതിന് പരിഹാരങ്ങൾ അവിടെ ചെയ്യണം. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മെറ്റ് ലുലു സ്ഥാപിക്കാം. പക്ഷെ ആദ്യം എവിടെയാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തോട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.